ഹരേ രാമ ഹരേ കൃഷ്ണ. 100 വർഷത്തിനു ശേഷം അക്ഷയ തൃതീയയിൽ ഗജകേസരി യോഗം. തലവരെ മാറുന്ന രാശിക്കാർ ഇവരാണ്. എല്ലാ വർഷവും വൈശാഖ ശുക്ലപക്ഷത്തിലെ തൃതീയ തിഥിയിലാണ് അക്ഷതൃതീയ ആഘോഷിക്കുന്നത്. ഈ വർഷത്തെ അക്ഷയ തൃതീയ ആഘോഷിക്കുന്നത് മെയ് 10-നാണ്. അക്ഷയതൃതീയ എന്നത് ഐശ്വര്യത്തിൻ്റെ പ്രതീകമാണ്. ഈ ദിവസം ആളുകൾ സമ്പത്തിൻ്റെ ദേവതയായ ലക്ഷ്മി ദേവിയെയും മഹാവിഷ്ണുവിനെയും ആരാധിക്കുന്നു. ഈ ദിവസം ശുഭകരവും മംഗളകരമായ ഏത് ജോലിയും ചെയ്യുവാനാകും. അക്ഷതൃതീയ ദിനം ഗൃഹപ്രവേശനത്തിന് വളരെ നല്ല ദിനമായാണ് കണക്കാക്കുന്നത്. ഈ ദിവസം സ്വർണം വാങ്ങുന്നതും അത് വളരെ ശുഭകരമായി കണക്കാക്കുന്നു. അക്ഷയതൃതീയ നാളിൽ സ്വർണം വാങ്ങുന്നത് മൂലം ആ ഒരു വർഷം ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം നമ്മുടെ വീട്ടിൽ കിട്ടുന്നതാണ്. എന്നാൽ ചിലർക്ക് സാമ്പത്തിക പരാധീനത മൂലം വില കൂടിയ സാധനങ്ങൾ വാങ്ങുവാൻ കഴിയാതെ വരും. നിങ്ങൾക്ക് സ്വർണം വാങ്ങുവാൻ കഴിയുന്നില്ലെങ്കിൽ അക്ഷയതൃതീയ ദിനത്തിൽ നിങ്ങൾക്ക് മറ്റു പല സാധനങ്ങളും വാങ്ങാവുന്നതാണ്. അതിൽ ഒന്നാണ് ഗോതമ്പ്. സനാതന പാരമ്പര്യത്തിൽ ആരാധനയിൽ ഗോതമ്പിന് വലിയ പ്രാധാന്യമുണ്ട്. അക്ഷതൃതീയ നാളിൽ വീട്ടിൽ ഗോതമ്പ് വാങ്ങി സമ്പത്തിൻ്റെ ദേവതയായ ലക്ഷ്മി ദേവിക്ക് സമർപ്പിച്ചാൽ നിങ്ങളുടെ സാമ്പത്തിക പ്രശ്നങ്ങൾ ഉടൻ മാറുന്നതാണ്. അക്ഷതൃതീയ ദിനത്തിൽ ഗോതമ്പ് വാങ്ങുന്നതിലൂടെ നിങ്ങൾക്ക് വർഷം മുഴുവനും ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം ലഭിക്കും. അതുപോലെ കവടി. സമ്പത്തിൻ്റെ ദേവതയായ ലക്ഷ്മി ദേവിയുടെ ആരാധനയിൽ അർപ്പിക്കുന്ന മഞ്ഞക്കവടി വളരെ ഐശ്വര്യപ്രദമായി കണക്കാക്കുന്നു. അക്ഷയതൃതീയ നാളിൽ ലക്ഷ്മി ദേവിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മഞ്ഞക്കവടി വാങ്ങി വീട്ടിൽ കൊണ്ടുവന്നാൽ സ്വർണം വാങ്ങിയതിന് തുല്യമായ നേട്ടം ലഭിക്കുന്നതാണ്. കവടി വാങ്ങി ലക്ഷ്മി ദേവിയുടെ പാദങ്ങളിൽ സമർപ്പിക്കണം. പിന്നെ 2-ാം ദിവസം അത് എടുത്ത് ചുവന്ന തുണിയിൽ പൊതിഞ്ഞ് ആ തുണി ഭദ്രമായി സൂക്ഷിക്കേണ്ടതാണ്. ഇത് നിങ്ങളുടെ സാമ്പത്തിക ഉയർച്ചയെ ഉറപ്പാക്കും. ഇനി ചെമ്പ് അല്ലെങ്കിൽ പിച്ചള പാത്രം. അക്ഷയതൃതീയ നാളിൽ പിച്ചളയോ ചെമ്പോ പാത്രങ്ങൾ വാങ്ങി വീട്ടിലെത്തിക്കുന്നത് വളരെ ഐശ്വര്യകരമാണ്. ഈ ദിവസം ചെമ്പ് പാത്രം വാങ്ങുന്നത് വളരെ ശുഭകരമായി കണക്കാക്കുന്നു. ഇത് നിങ്ങൾക്ക് ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം നേടിത്തരുവാനും സാധിക്കുന്നതാണ്. അതുപോലെ തന്നെയാണ് മൺപാത്രം. അക്ഷയതൃതീയ ദിനത്തിൽ നിങ്ങൾക്ക് സ്വർണമോ വെള്ളിയോ വാങ്ങുവാൻ കഴിയുന്നില്ലെങ്കിൽ ഈ പ്രത്യേക ദിവസം നിങ്ങൾക്കൊരു മൺപാത്രം വാങ്ങാവുന്നതാണ്. ഈ ദിവസം വീട്ടിലേക്കായി ഒരു മൺപാത്രം വാങ്ങുന്നത് വളരെ ശുഭകരമാണ്. വീട്ടിൽ പണത്തിന് ഒരു കുറവും വന്നു ചേരില്ല. അടുത്തത് ശംഖ്. അക്ഷയതൃതീയ നാളിൽ നിങ്ങൾക്കൊരു ശംഖ് കൊണ്ടുവന്ന് മഹാവിഷ്ണുവിൻ്റെ പാദങ്ങളിൽ സമർപ്പിക്കാവുന്നതാണ്. അങ്ങനെ ചെയ്യുന്നതിലൂടെയും ഭഗവാനും ലക്ഷ്മി ദേവിയും സന്തുഷ്ടരാകുന്നു. കൂടാതെ ഇത് നിങ്ങളുടെ വീട്ടിൽ വളരെയധികം സന്തോഷവും സമാധാനവും ഉറപ്പാക്കുന്നു. അക്ഷയതൃതീയ ദിനം 2024-ലെ ശുഭ സമയമാണ്. ഈ വർഷം അക്ഷയതൃതീയ 2024 മെയ് 10-ന് വെള്ളിയാഴ്ചയാണ് വരുന്നത്. പഞ്ചാംഗമനുസരിച്ച് വൈശാഖ മാസത്തിലെ ശുഭ്രമായ പകുതിയിലെ തൃതീയ തിഥി മെയ് 10-ന് രാവിലെ 4:17 ആരംഭിച്ച് മെയ് 11-ന് പുലർച്ചെ 2:50 അവസാനിക്കും. മെയ് 11-ന് പുലർച്ചെ 5:45 മുതൽ പുലർച്ചെ 2:50 വരെയാണ് സ്വർണം വാങ്ങുന്നതിനുള്ള ശുഭ സമയം. നിരവധി ശുഭമായ യോഗങ്ങളാണ് ഈ വർഷം അക്ഷയതൃതീയയിൽ വരുന്നത്. 100 വർഷങ്ങൾക്ക് ശേഷം അക്ഷയതൃതീയ നാളിൽ ഗജകേസരി യോഗം രൂപപ്പെടുന്നു. ഈ വർഷം അക്ഷയതൃതീയ നാളിൽ ചന്ദ്രനും വ്യാഴവും കൂടിച്ചേർന്ന് ഗജകേസരി യോഗത്തിന് രൂപം നൽകുന്നു. ജ്യോതിഷപ്രകാരം ഗജകേസരി യോഗത്തെ പ്രധാനപ്പെട്ടതും ഐശ്വര്യപ്രദവുമായ യോഗങ്ങളിൽ ഒന്നായാണ് കണക്കാക്കുന്നത്. ദേവഗുരു വ്യാഴവും ചന്ദ്രനും ഏറ്റവും നല്ല സുഹൃത്തുക്കളാണ്. ചന്ദ്രനും വ്യാഴവും ചേർന്നാണ് ഗജകേസരി യോഗം രൂപപ്പെടുത്തുന്നത്. അക്ഷയതൃതീയ നാളിൽ ഗജകേസരി യോഗം രൂപപ്പെടുന്നതിലൂടെ ചില രാശിക്കാർക്ക് വളരെയധികം ഭാഗ്യം വന്നു ചേരുമെന്നുറപ്പാണ്.
ഈ രാശിക്കാർക്ക് ജീവിതത്തിൽ ധാരാളം ശുഭഫലങ്ങൾ ലഭിക്കും. അക്ഷയ തൃതീയയിൽ രൂപപ്പെടുന്ന ഗജകേസരി യോഗം ഏതൊക്കെ രാശിക്കാർക്കാണ് ഗുണം ചെയ്യുന്നത് എന്ന് നോക്കാം. ആദ്യം മേടം രാശിക്കാരാണ്. മേടരാശിക്കാർക്ക് ഗജകേസരി യോഗം വളരെയധികം സൗഭാഗ്യങ്ങൾ സമ്മാനിക്കും. കാരണം നിങ്ങളുടെ ജാതകത്തിലെ പണത്തിൻ്റെയും സംസാരത്തിൻ്റെയും ഗൃഹത്തിലാണ് ഈ രാജയോഗം രൂപപ്പെടുന്നത്. അതിനാൽ തന്നെ നിങ്ങൾക്ക് കാലാകാലങ്ങളിൽ അപ്രതീക്ഷിതമായ സാമ്പത്തിക നേട്ടങ്ങൾ ലഭിക്കും. കൂടാതെ വിദേശത്ത് ബിസിനസ് ചെയ്യുന്ന ആളുകൾക്ക് വിജയത്തിനുള്ള നിരവധി അവസരങ്ങൾ വന്നു ചേരുന്നതാണ്. ഈ രാശിയിലുള്ള ആളുകൾക്ക് നല്ല സമ്പത്തു ലഭിക്കും. ഈ കാലയളവിൽ നിങ്ങളുടെ വരുമാനം വളരെയധികം വർദ്ധിക്കുന്നതാണ്. ഈ സമയത്ത് നിങ്ങളുടെ സംസാരത്തിൻ്റെ സ്വാധീനം വളരെയധികം വർദ്ധിക്കും. നിങ്ങളുടെ സംസാരത്താൽ മറ്റുള്ളവരെ വളരെയധികം നിങ്ങളുടെ ജീവിതത്തിലേക്ക് സ്വാധീനിക്കുവാനും അതുവഴി ധാരാളം ശുഭമായ ഗുണങ്ങൾ വന്നു ചേരുവാനും ഇടയുണ്ട്. അടുത്തത് കർക്കിടകം രാശിക്കാരാണ്. ഗജകേസരി യോഗത്തിൻ്റെ രൂപീകരണം കർക്കിടക രാശിക്കാർക്ക് ഗുണഫലങ്ങൾ വളരെയധികം കൊണ്ടുവരും. ഈ രാജയോഗം നിങ്ങളുടെ രാശിയുടെ 9ാം ഭാവത്തിൽ രൂപപ്പെടും. അതിനാൽ തന്നെ നിങ്ങൾക്ക് ഒത്തുതീർപ്പാക്കാത്ത ജോലികൾ ഈ സമയത്ത് പൂർത്തീകരിക്കുവാൻ സാധിക്കുന്നതാണ്. നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട ചില സുപ്രധാന തീരുമാനങ്ങൾ നിങ്ങൾക്ക് എടുക്കേണ്ടി വരുന്ന ഒരു സമയം കൂടിയാണ് ഇത്. ഈ കാലയളവിൽ നിങ്ങൾക്ക് ചില ശുഭപരിപാടികളിൽ പങ്കെടുക്കുവാൻ സാധിക്കും. അതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് വളരെയധികം സാമ്പത്തിക സ്ഥിതിയും മികച്ചതായി വന്നുചേരും. വിദേശ യാത്രകൾക്ക് അവസരം ലഭിക്കുന്നതാണ്. ഈ കാലയളവ് വിദ്യാർത്ഥികൾക്ക് വളരെയധികം ഗുണം ചെയ്യും. വിദേശത്ത് ജോലിയോ പഠനമോ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് നല്ല വാർത്തകൾ വന്നു ചേരുന്നതാണ്. ധനപരമായ ഇടപാടുകളിൽ നിന്നും ധനനിക്ഷേപങ്ങളിൽ നിന്നും വളരെയധികം ധന നേട്ടം നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു സമയം കൂടിയാണ് കർക്കിടകം രാശിക്കാർക്ക് വന്നു ചേരുവാൻ പോകുന്നത്. അടുത്തത് ചിങ്ങം രാശിക്കാരാണ്. ചിങ്ങ രാശിക്കാർക്ക് നിങ്ങളുടെ രാശിയിൽ നിന്ന് 10ാം ഭാവത്തിൽ ഈ രാജയോഗം രൂപപ്പെടുന്നതിനാൽ ചിങ്ങം രാശിക്കാർക്ക് ഗജകേസരി യോഗത്തിൻ്റെ വളരെയധികം ഗുണഫലങ്ങൾ വന്നുചേരും. ഈ കാലയളവിൽ ജോലിയിലും ബിസിനസ്സിലും നിങ്ങൾക്ക് വളരെയധികം പുരോഗതി കൈവരിക്കുവാൻ സാധിക്കും. നിരവധി അത്ഭുതകരമായ അവസരങ്ങൾ നിങ്ങളെ തേടിയെത്തുകയും ചെയ്യും. നിങ്ങളുടെ കുടുംബത്തിൽ സന്തോഷവും സമൃദ്ധിയും വളരെയധികം വർദ്ധിക്കും. ജോലി അന്വേഷിക്കുന്ന ആളുകൾക്ക് പുതിയ ജോലി കണ്ടെത്തുവാൻ സാധിക്കുന്നതാണ്. ഈ കാലയളവിൽ ബിസിനസ്സുകാർക്ക് നല്ല ലാഭം നേടുവാനും അവരുടെ ബിസിനസ് വിപുലീകരിക്കുവാനും കഴിയുന്നതാണ്. അടുത്തത് തുലാം രാശിക്കാരാണ്. തുലാം രാശിക്കാർക്ക് ഈ സമയം സഹോദരങ്ങളിൽ നിന്നും വലിയ പിന്തുണ ലഭിക്കും. ദാമ്പത്യ ജീവിതം വളരെയധികം നന്നായിരിക്കും. ഇണയുമായി സമയം ചെലവഴിക്കുവാൻ സാധിക്കും. പുതിയ വാഹനം വാങ്ങുവാൻ ആഗ്രഹിക്കുന്നവർക്ക് അവരുടെ ആഗ്രഹം പൂർത്തീകരിക്കുവാൻ സാധിക്കും. സാമ്പത്തിക നേട്ടങ്ങൾ വളരെയധികം കൈവരും. നിങ്ങളുടെ ആത്മവിശ്വാസം വളരെയേറെ വർദ്ധിക്കുകയും ചെയ്യും. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ താൽപ്പര്യം വന്നുചേരുന്നതാണ്. ജോലിയിൽ മാറ്റത്തിന് സാധ്യതയുണ്ട്. നിങ്ങളുടെ ജീവിത വിജയത്തിനായി ഒട്ടേറെ അവസരങ്ങൾ നിങ്ങളുടെ മുന്നിൽ എത്തിച്ചേരുന്നതാണ്. അടുത്തത് ധനു രാശിക്കാരാണ്. ധനു രാശിക്കാർക്ക് നിങ്ങളുടെ വരുമാനം ഈ സമയം വളരെയധികം വർദ്ധിക്കുന്ന ഒരു സമയമാണ്. ജോലി സ്ഥലത്ത് മേലുദ്യോഗസ്ഥരിൽ നിന്നും വളരെയധികം പിന്തുണ നിങ്ങൾക്ക് ലഭിക്കും. കുടുംബത്തിൽ നിന്നും പിന്തുണ വന്നു ചേരും. ഈ സമയത്ത് ധന നിക്ഷേപങ്ങൾ ഉണ്ടെങ്കിൽ പണം നിക്ഷേപിച്ചാൽ ഭാവിയിൽ വളരെയധികം ലാഭം നേടുവാൻ സാധിക്കുന്ന ഒരു സമയമാണ്. മനസ്സിൽ വളരെയധികം സന്തോഷം വന്നുചേരും. നിലവിൽ നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥലത്തു നിന്നും മാറേണ്ടി വരുന്ന ഒരു സമയമാണ്. ധനുരാശിക്കാർക്ക് അവരുടെ ജീവിതത്തിലെ പല കാര്യങ്ങളും മികച്ച മാറ്റങ്ങളായി മാറുകയും ചെയ്യും. എതിരാളികളിൽ നിന്നും പല കോണുകളിൽ നിന്നുമുള്ള എതിർപ്പുകൾ നിങ്ങൾക്ക് വന്നു ചേരുമെങ്കിലും
അതിനെയെല്ലാം പ്രതിരോധിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്ന ഒരു സമയം കൂടിയാണ് വന്നെത്തിയിരിക്കുന്നത്. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹവും കടാക്ഷവും വന്നു ചേരട്ടെ.